നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട തിരുവാതിരയാകുന്നു. ഇന്നേ ദിവസമാണ് പരമശിവന്റെ വിവാഹം പാർവതി ദേവിയുമായി അഥവാ തിരുക്കല്യാണം നടന്നത് എന്നും ഭഗവാൻ വിവാഹത്തിന് സമ്മതം അരുളിയത് എന്നും അതേപോലെ പരമശിവന്റെ ജന്മദിനം അഥവാ പിറന്നാളാണ് എന്നുമാണ് വിശ്വാസം. അത്തരത്തിൽ നിരവധിയാർന്ന വിശേഷണങ്ങൾ സവിശേഷതകളുള്ള ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര. അത്രമേൽ പ്രാധാന്യമറിയിക്കുന്ന ഇന്നേ ദിവസത്തിൽ ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ പരമശിവന്റെ കടാക്ഷത്താൽ ചില നക്ഷത്രക്കാർക്ക്, ചില രാശിക്കാർക്ക് രാജയോഗതുല്യമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുകയാണ്. ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്നും ഇവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ തിരുവാതിര പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പറയുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരവും ഫലദായകവുമായ ദിവസങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പ്രധാനമായും ജോലി സംബന്ധമായും അനുകൂലമായ സമയം തന്നെയാണ് ഇത്. പരമശിവന്റെ കടാക്ഷത്താൽ ധൈര്യം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ധൈര്യത്തിന്റെ പിൻബലത്തിൽ തന്നെ ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. ഉപജീവന മേഖലയിൽ ലാഭങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. അത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കളാണ് എങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ, നിങ്ങളുടെ കരിയറിൽ ചില പുരോഗതി കൈവരിക്കുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. നിങ്ങൾക്ക് ചില എതിരാളികളുണ്ട്. ആ എതിരാളികളെ നിഷ്പ്രഭരാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവരെ പരാജയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിച്ച് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില പുരോഗതി സന്താനങ്ങൾ കൈവരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി അല്ലെങ്കിൽ പഠന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുവാനുള്ള വഴികൾ വന്ന് ചേരുന്നതാണ്. അത്തരത്തിൽ ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഒരു പരിധിവരെ വിജയത്തിൽ കലാശിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. കുടുംബജീവിതം ഈ സമയം വളരെയധികം മികച്ചതാകുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. എന്നാൽ ചില തർക്കങ്ങൾ വരും എങ്കിലും അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് ചില പിന്തുണകൾ, ചില സഹായങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സമയം സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം, മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകുന്ന ബഹുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ഇത്തരത്തിലുള്ള ഫലങ്ങളാണ് പ്രധാനമായും നിങ്ങൾക്ക് വന്നു ചേരുക എന്ന കാര്യം ഓർക്കുക. മിഥുനം രാശിക്കാർക്ക് അനുകൂലമാണ് ഈ സമയം. മറ്റൊരു രാശിയായി പറയുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം, പ്രത്യേകിച്ചും തിരുവാതിര ഈ ദിവസങ്ങൾ ഏറ്റവും ഗുണകരമായി ഭവിക്കുന്ന ദിവസങ്ങളാകുന്നു. കാരണം പരമശിവന്റെ കടാക്ഷത്താലാണ് ഇപ്രകാരം സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ചിങ്ങം രാശിക്കാരുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ സമസ്ത മേഖലകളിലും വിജയങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. ഇരട്ടിയായി തന്നെ വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതുമാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം കൊണ്ടുവരുന്ന ഒരു കാര്യമായി മാറും. ജോലിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ജോലികൾ മാറുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം അനുയോജ്യമാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾ ഒരിക്കലും ആ ജോലിയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം മറ്റു ജോലികൾ തേടാൻ പാടുള്ളതല്ല. ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് പെട്ടെന്ന്
ഫലവത്താകും എന്ന കാര്യം ഓർക്കുക. സഹോദരങ്ങളുടെ അല്ലെങ്കിൽ മറ്റു ചില വിശേഷാൽ വ്യക്തികളുടെ ഉപദേശത്താൽ നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാനുള്ള സാധ്യത ഈ സമയങ്ങളിലുണ്ട്. അത്തരത്തിൽ ലാഭം വർദ്ധിക്കുകയും ചില പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമ്പത്ത് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് ചിങ്ങം രാശിക്കാർക്ക് ഈ സമയങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നത്. അതിനുള്ള അവസരങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ അല്ലെങ്കിൽ ചില ശുഭകരമായ കാര്യങ്ങൾ കാണുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഈ സമയം വന്നു ചേരാം. കൂടാതെ മനസ്സുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട്. മനസ്സിൽ ചില ഭാരങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ ഭാരങ്ങൾ ലഘൂകരിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. പഴയ രോഗങ്ങൾ, ചില പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്ന കാര്യവും ഓർക്കുക. ചിങ്ങം രാശിക്കാർക്ക് ഈ സമയം അനുകൂലം തന്നെയാകുന്നു. ഈ സമയം പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. മറ്റൊരു രാശിയായി പറയുന്നത് വൃശ്ചികം രാശിയാകുന്നു. വൃശ്ചികം രാശിക്കാർക്ക് പ്രധാനമായും തിരുവാതിര മുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രധാനമായും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും. സന്തോഷകരമായ ദിവസങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക. വൃശ്ചികം രാശിക്കാർക്ക് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. പ്രധാനമായും സൽപ്പേര് സമ്പാദിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളുടെ സന്തോഷം ഇരട്ടിപ്പിക്കുന്ന ഒരു കാര്യമായി മാറും. ബഹുമാനത്തിലും വർധനവ് വന്നു ചേരുന്ന ഒരു സമയമാണ് എന്നുകൂടി മനസ്സിലാക്കുക. തൊഴിൽ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതാകുന്നു. അതിൻ്റെ അർത്ഥം തൊഴിലിൽ വളരെയധികം ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ സമയം അല്പമൊന്ന് ശ്രമിക്കുകയാണ് എങ്കിൽ തൊഴിൽ ലഭിക്കുവാനും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കൈവരുന്നതാകുന്നു. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില യാത്രകൾ ഈ സമയം ചെയ്യേണ്ടതായി വരാം. അത്തരം യാത്രകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ഗുണകരമായി ഭവിക്കുകയും ചെയ്യും എന്ന കാര്യം ഓർക്കുക. പുതിയ ചില വരുമാന സ്രോതസ്സുകൾ പ്രധാനമായും വൃശ്ചികം രാശിക്കാർക്ക് തുറന്ന് ലഭിക്കുന്നതാകുന്നു. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളാണ് വന്നു ചേരുക. ധനപരമായി സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. കുടുംബത്തിൽ നിന്നും അതേപോലെ സുഹൃത്തുക്കൾ കൂടാതെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് പോലും പൂർണ്ണമായ പിന്തുണ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കും. രാഷ്ട്രീയപരമായി നോക്കുകയാണ് എങ്കിൽ ഈ സമയം ചില കാര്യങ്ങൾ അനുകൂലമായി നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനാൽ ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിക്കേണ്ടത് അനിവാര്യമാകുന്നു. പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ ഫലങ്ങൾ തീർച്ചയായും തടസ്സങ്ങൾ കൂടാതെ നിങ്ങളിലേക്ക് വന്നു ഭവിക്കും എന്ന കാര്യവും ഓർക്കുക.